മന്നത്ത് പത്മനാഭന് രാജ്യതലസ്ഥാനത്തൊരുക്കിയ സ്മൃതി മണ്ഡപം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മന്നം സ്മൃതി എല്ലാവർക്കുമുള്ള ഇടമാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. താനാണ് ജനറൽ സെക്രട്ടറി എന്ന ഭാവം കാണിക്കരുത്. മന്നം സ്മൃതിയിൽ ആരു വരണം വരേണ്ട എന്ന് തീരുമാനിക്കരുതെന്നും G. സുകുമാരൻ നായരെ പേരെടുത്തു പറയാതെ ഉപരാഷ്ട്രപതി വിമർശിച്ചു. ഡൽഹിയിലെ ദ്വാരക സെക്ടർ 11 മന്നം സെന്ററിലാണ് ഭാരതകേസരി മന്നത്ത് പത്മനാഭന്റെ വെങ്കല പ്രതിമയും സ്മൃതി മണ്ഡപവും ഡൽഹി NSS സ്ഥാപിച്ചത്. സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്ത ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരെ പേരെടുത്തു പറയാതെ രൂക്ഷമായി വിമർശിച്ചു. താനാണ് ജനറൽ സെക്രട്ടറി എന്ന ഭാവം കാണിക്കരുത്. മന്നം സ്മൃതിയിൽ ആരു വരണം വരേണ്ട എന്ന് താൻ തീരുമാനിക്കുമെന്ന ചിന്ത ആർക്കും ഉണ്ടാകരുതെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. His active participation in the historic Vaikam Satyagraha remains one of the defining chapters of India's social reform movement. The success of that movement, which opened the public roads surrounding the Vaikam temple to the socially underprivileged at that time. Now nobody is underprivileged, everybody is privileged. That is all because of Mannamji. മന്നം സ്മൃതി എല്ലാവർക്കും വരാനുള്ള ഇടമാണ്. അത് കേവലം പുഷ്പാർച്ചനയ്ക്കുള്ള സ്ഥലം മാത്രമല്ല, ഭാവി തലമുറയ്ക്ക് പ്രചോദനം കൂടിയാണെന്നും CP രാധാകൃഷ്ണൻ വ്യക്തമാക്കി. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചങ്ങനാശ്ശേരിയിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുമതി നൽകിയിരുന്നില്ല. പെരുന്ന സ്വയം ശുദ്ധീകരിക്കപ്പെടുമെന്ന് ചടങ്ങുകൾക്ക് ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. തിരഞ്ഞെടുപ്പിന് ശേഷം വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. പെരുന്നയിലെ പ്രശ്നങ്ങൾക്ക് ബദൽ മാർഗം കണ്ടെത്തണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പെരുമയെന്ന് പറയുന്നത് മന്നത്തപ്പൂപ്പന്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരു മഹത്തായ സ്ഥാപനമാണ്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നടത്തുന്നതിന് കാലം പ്രവർത്തിക്കും. ഓർഗാനിക് ആയിട്ടുള്ള കോസ്മിക് ലോ ഉണ്ട്. ആ കോസ്മിക് ലോ പ്രകാരം അതിന്റെ ശുദ്ധീകരണം എല്ലാം നടന്നോളും. അതിപ്പോ ഇരിക്കുന്നവർ നടത്തിയെന്ന് വരും. പെരുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നടത്തുന്നതിന് കാലം പ്രവർത്തിക്കുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. MKG പിള്ള, MD ജയപ്രകാശ് തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.